അപ്പോൾ രാത്രി രക്ഷാദൗത്യം തുടരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അപ്പോൾ രക്ഷാദൗത്യം രാത്രിയും തുടരേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ പലയിടത്തും ഇപ്പോൾ വേനൽ മഴ ലഭിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തൊക്കെ പലയിടങ്ങളിലും മഴ ലഭിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഒരു പക്ഷേ മഴ പെയ്താൽ അനുഗ്രഹമാകുമോ, ഈ തീയണയ്ക്കുന്നതിനത് സഹായകമാകുമോ എന്നറിയില്ല. എന്തായാലും ഇതുവരെ ആ തീ അണയ്ക്കാൻ പോലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെ പലയിടങ്ങളിലും തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. അത് രക്ഷാദൗത്യത്തിന് പോലും വലിയ വെല്ലുവിളിയാകുന്ന സാഹചര്യമാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ വലിയ ഒരുക്കങ്ങൾക്കിടെയാണ് ഈ ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ 12 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 5 പേരുടെ നില ഗുരുതരമാണ് എന്ന വിവരങ്ങൾ കൂടിയുണ്ട്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ട് വിദഗ്ധ ചികിത്സ ഉൾപ്പെടെ ഉറപ്പുവരുത്തുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മന്ത്രി കെ രാജൻ സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജും സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. DGP റവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ ഉടൻ അവിടെ എത്തും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ രീതിയിൽ ഈ രക്ഷാദൗത്യത്തിനൊക്കെയുള്ള ഏകോപനവും ക്രമീകരണവും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. വെല്ലുവിളിയായി തുടരുന്നത് ഇപ്പോഴും അവിടെ ഉണ്ടാകുന്ന ഈ തുടർ സ്ഫോടനങ്ങൾ തന്നെയാണ്. 12ഓളം വെടിക്കെട്ട് പുരകൾ ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അവിടങ്ങളിൽ ജോലിയെടുത്ത മനുഷ്യരാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സതീശൻ എന്ന പേരുള്ള ഒരു വ്യക്തിയുടെ ലൈസൻസിയിൽ ഉള്ളതായിരുന്നു ഈ വെടിക്കെട്ട് പുര. സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മലയാളികളായിരുന്നു ഇവിടെ തൊഴിലെടുത്തിരുന്ന എല്ലാവരും എന്ന് രക്ഷപ്പെട്ടെത്തിയ തൊഴിലാളി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരുക്കവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടിങ്ങിനും മറ്റും പോയവരൊക്കെ ഈ സ്ഥലത്തെത്തുകയും ഈ വെടിക്കെട്ട് പുരയിൽ റിപ്പോർട്ടിംഗ് നടത്തുകയും ഒക്കെ ചെയ്തതാണ്. മണിക്കൂറുകൾക്ക് മുൻപ് വരെ ചിത്രീകരിച്ച ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ഈ ഇതിൻ്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ ഇപ്പോൾ വി അരുൺ ഒരു വാർത്ത പങ്കുവച്ചിരിക്കുന്നത് ദുരന്തം നേരിടാൻ 50 ലക്ഷം രൂപയുടെ സഹായം അനുവദിച്ചിരിക്കുന്നു, രക്ഷാപ്രവർത്തനങ്ങൾക്ക് 50 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വി അരുൺ പങ്കുവെക്കുന്നത്. അപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. രക്ഷാദൗത്യം ഇപ്പോഴും ദുഷ്കരമായി തുടരുന്നു എന്നതാണ് മറ്റൊരു സാഹചര്യം. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് സൂക്ഷിച്ചിരുന്ന പടക്കശേഖരത്തിന് തീപിടിച്ചത് മൂലമുണ്ടായ അപകടം അത് നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പണം അനുവദിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കളക്ടർക്ക് അനുവദിച്ചുകൊണ്ട് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അപ്പോൾ 50 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു എന്ന വിവരമാണ് വി അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത്. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഉൾപ്പെടെ ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നേരത്തെ തന്നെ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോൾ ഇനി ഈ സമയത്ത് ഏറ്റവും വലിയ വെല്ലുവിളിയായി തുടരുന്നത് ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തി എന്താണ് സാഹചര്യം എന്നത് മനസ്സിലാക്കാനും എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാനുമൊക്കെ ഇപ്പോഴും പറ്റിയിട്ടില്ല എന്നുള്ളൊരു സാഹചര്യമാണ്. അവിടെ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 18 വെടിപ്പുരകൾ ഉണ്ടായിരുന്നു. അതിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ എല്ലായിടത്തേക്കും തീ വ്യാപിക്കുകയും സ്ഫോടനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നതാണ് മനസ്സിലാകുന്നത്. അവിടെ നിന്ന് രക്ഷപ്പെട്ടെത്തിയ തൊഴിലാളി തന്നെ പറഞ്ഞത് അദ്ദേഹം തിരിതെറുത്തുകൊണ്ടിരുന്നതായിരുന്നു, അതിന് തീ പിടിച്ചു, അത് കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്ക് തന്നെ വലിയ സ്ഫോടനങ്ങൾ മറ്റ് വെടിപ്പുരകളിൽ നിന്നുണ്ടായി എന്നത് അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ 12 വെടിപ്പുരകളിലേക്കും തീ പടർന്ന് എല്ലാം കത്തിനശിച്ചിരിക്കുകയാണ്. അപ്പോൾ വലിയ ദുരന്തം തന്നെ ഉണ്ടായിരിക്കുന്നു. മരണം 12ആയി ഉയർന്നിരിക്കുന്നു. ഇനിയും അത് ഉയരാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളുമുണ്ട് എന്ന വിവരങ്ങളാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. മനുഷ്യ ശരീരങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലാണ് ആ പാടശേഖരങ്ങളുടെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. ഈ സ്ഫോടനത്തിൻ്റെ ശബ്ദം കിലോമീറ്ററുകളോളം ദൂരെ അനുഭവപ്പെട്ടു. അടുത്തൊക്കെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളുടെ ജനൽ ചില്ലകൾ തകർന്ന നിലയിലാണ്, വാഹനങ്ങളുടെ ഗ്ലാസുകൾ തകർന്ന നിലയിലാണ്. അത്ര വലിയ പ്രകമ്പനം, അത്ര വലിയ സ്ഫോടനമാണ് അവിടെ ഉണ്ടായിരുന്നത്. തൃശ്ശൂർ പൂരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരുന്നു. തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടിയുള്ള വെടിക്കെട്ട് ഉപകരണങ്ങൾ നിർമ്മിക്കുകയായിരുന്നു അവിടെയാണ് ഈ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും വിഷയത്തിൽ കളക്ടറുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്, അതൊന്ന് കേൾക്കാം.
ഡ്രോൺ ഓൾറെഡി ഇവിടെ ഉണ്ട്, റോബോട്ടിൻ്റെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. SDM-ലാണ് മജിസ്ട്രിയൽ എൻക്വയറിക്ക് വേണ്ടിയിട്ടാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും റൈറ്റ് ഫ്രം ദ ലൈസൻസ് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ്. എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് റിപ്പോർട്ട് തരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ താങ്കൾ പല സ്ഥലത്തും പരിശോധന നടത്തിയിരുന്നു, ഇവിടെ എത്തിയിരുന്നു. നമ്മൾ മെയിനായിട്ട് സ്വരാജ് റൗണ്ടിലുള്ള ഫയർ ലൈൻ ബാക്കിയുള്ള കാര്യങ്ങളുടെയാണ് ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തിയത്. ഇവിടെ എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവർ പറഞ്ഞ വിവരം അനുസരിച്ച് 30-40 ഇടയ്ക്ക് ആളുകൾ ഉണ്ടായിരുന്നു. അപകട സമയത്ത് എത്ര ആളുകൾ ഉണ്ടായിരുന്നു? അത് ഇവിടെ നിന്ന് ഒരു 6 പേരെന്തോ അപ്പുറത്തെ വീട്ടിൽ വെള്ളം കുടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞിരുന്ന കണക്ക് പ്രകാരമാണ് 30-40 ഇടയ്ക്ക് ആളുകളുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു കാറ്റഗറി തിരിച്ചിട്ടുള്ള കണക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. അതിനകത്ത് അറിയേണ്ട ഒരു കാര്യം, ഇപ്പോൾ 24-ാം തീയതിയാണ് സാമ്പിൾ വെടിക്കെട്ട് നടക്കേണ്ടിയിരുന്നത്. സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളിലേക്കുള്ള ഒരു തീരുമാനം എങ്ങനെയായിരിക്കും? നമ്മൾ നിലവിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മീഡിയറ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഇനി ആരെങ്കിലും ഒക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ബാക്കിയുള്ള ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ എത്രയും പെട്ടെന്ന് കോർഡൺ ഓഫ് ചെയ്യുക, പബ്ലിക്കിന് കൂടുതൽ, കാരണം അവിടെ ഇനി എന്തെങ്കിലും സ്ഫോടനം നടക്കുമോ എന്നുള്ള കാര്യം ഉറപ്പില്ലാത്തത് കൊണ്ട്, കാരണം ഇടയ്ക്ക് പടക്കങ്ങൾ പൊട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം ആളുകൾ കോർഡൺ ഓഫ് ചെയ്തിട്ട് നൈറ്റിലാണെങ്കിലും നമുക്ക് എല്ലാ ആളുകളെ അവിടെ നിന്ന് പുറത്തെടുക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. അറിയാവുന്നതുപോലെ എത്രത്തോളം ക്വാണ്ടിറ്റി സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അനുമാനം? ഇല്ല, എനിക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ കമന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് മജിസ്ട്രേറ്റിൽ ഒരാളാണ് അങ്ങനെ പറഞ്ഞത്. നിലവിലെ ചികിത്സയിലുള്ള ആളാണ്. ഫയർ ഓഡിറ്റ് എല്ലാം ചെയ്ത ശേഷം മാത്രം മനസ്സിലാവും അതിൻ്റെ കാരണം എന്താണ്. അതിൻ്റെ കൂടെ തന്നെ ഐ വിറ്റ്നസ് സ്റ്റേറ്റ്മെൻറ്റും എല്ലാം എടുത്ത ശേഷം മാത്രം ഡീറ്റെയിൽ എന്താണ് മനസ്സിലാവും. ഈ സ്ഥിതിയിൽ നമുക്ക് എങ്ങനെ സംഭവിച്ചോ ഒന്നും പറയാം. ഇപ്പോൾ എത്ര പേര് അവിടെ ഉണ്ടായിരുന്നു കണക്കുണ്ട്? അത് കൃത്യം കണക്കില്ല. കളക്ടറുടെയും കമ്മീഷണറുടെയും പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. കളക്ടർ ശിഖ സുരേന്ദ്രൻ പറയുന്നതനുസരിച്ച് എത്ര പേരുണ്ടായിരുന്നു എന്നത് ഇപ്പോഴും തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ നിന്ന് 6ഓളം പേർ അടുത്ത വീടുകളിൽ വെള്ളം കുടിക്കാനായി പോയിരുന്നു. അവർ പറയുന്നതനുസരിച്ച് ഈ അപകട സമയം 30 മുതൽ 40 വരെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന ഒരു കാര്യമാണ് പറയുന്നത്. അത് തിട്ടപ്പെടുത്താനായിട്ടില്ല. എത്രമാത്രം സ്ഫോടക വസ്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചൊന്നും ഒരു കൃത്യതയുമില്ല. ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്നത് ആ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തി അവിടെ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ അത് രക്ഷാപ്രവർത്തനം ആ രീതിയിൽ നടത്തുക എന്നതിനാണ് പ്രാധാന്യം നൽകുന്നത് എന്നതാണ് കളക്ടർ സൂചിപ്പിച്ചത്. എന്തായാലും ഇപ്പോഴും വ്യക്തത ഉണ്ടാകുന്നില്ല ഈ കാര്യങ്ങളിൽ എന്നതാണ് അറിയാനുള്ളത്. 12 മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ സ്ഫോടനം വളരെയേറെ വേദന ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ന് ആരോഗ്യമന്ത്രി പറയുന്നു. പൊള്ളലേറ്റവർക്കും പരിക്കേറ്റവർക്കും വിദഗ്ധ ചികിത്സ ഉറപ്പാക്കി വരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലും മറ്റ് ആശുപത്രികളിലും ചികിത്സയ്ക്ക് ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് എന്ന് ആരോഗ്യമന്ത്രി പറയുന്നു. മെഡിക്കൽ കോളേജിൽ മാസ് കാഷ്വാലിറ്റി ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. ബേൺസ് യൂണിറ്റ് പൂർണ്ണ സജ്ജമാക്കിയിട്ടുണ്ട്. ജീവനക്കാരെ അധികമായി വിന്യസിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്ത് നിന്നും കോട്ടയത്ത് നിന്നും കോഴിക്കോട് നിന്നും മെഡിക്കൽ കോളേജുകളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം കൂടി ചികിത്സയ്ക്കായി തൃശ്ശൂരിലേക്ക് എത്തും എന്നതാണ് ആരോഗ്യമന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത്. ആരോഗ്യമന്ത്രി തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ആരോഗ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെ കൂടി ചികിത്സയ്ക്കായി തൃശ്ശൂരിലേക്ക് നിയോഗിച്ചിട്ടുണ്ട് എന്നതാണ്. എന്തായാലും 12 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മരണസംഖ്യ ഉയരാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.